നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ഫുട്ബോൾ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ലെസ്റ്റർ സിറ്റി എന്നാണ് പുതിയൊരു അപ്ഡേറ്റ് വരുന്നത്. അവര് ഒരു പുതിയൊരു മാനേജറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇന്ററിം മാനേജറായിട്ടുള്ള റൂഡ് വാൻ നിസ്റ്റൽറോയ് ഒരു പെർമനന്റ് മാനേജറായിട്ട് ലെസ്റ്ററിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. 2027 വരെ പുള്ളിക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീമിയർ ലീഗിന് പുറത്തുള്ള എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ PSV എൻഡോവനിൽ ഓൾമോസ്റ്റ് 50+ മത്സരങ്ങളിൽ പരിശീലിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് നിസ്റ്റൽറോയ്ക്കുണ്ട്. 66% വിൻ റേറ്റ് പുള്ളിക്ക് അവകാശപ്പെടാം. 2 ട്രോഫികൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ 4 ഇന്ററിം മാനേജറായിട്ട് പുള്ളി ടീമിനെ സെറ്റ് ചെയ്തു. അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പുള്ളിയെ തേടി എത്തിയിട്ടുള്ളത്. ലെസ്റ്ററിൽ പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അവർക്ക് ഈ സീസണിൽ റെലിഗേറ്റ് ആവാതെ നല്ലൊരു പെർഫോമൻസ് കൊടുത്ത് മുമ്പോട്ട് പോകേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. എന്തായാലും നിസ്റ്റൽറോയ്ക്ക് ആ ഒരു എക്സ്പീരിയൻസ് പ്രീമിയർ ലീഗിൽ കൊടുക്കാൻ കഴിയുമെന്ന് നമുക്ക് കണ്ടറിയണം. മറ്റൊരു അപ്ഡേറ്റിനെ കുറിച്ച് പറയാനുള്ളത് ബ്രൈറ്റന്റെ ഈ സീസണിലെ പെർഫോമൻസ് ആണ്. ഇന്ന് നടന്ന മത്സരത്തിൽ സൗത്താംപ്ടണെതിരെ 1-1 സമനില വഴങ്ങി. എന്നിട്ട് പോലും 23 പോയിന്റുമായിട്ട് ബ്രൈറ്റൺ 2ാം സ്ഥാനത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഫാബിയൻ ഹേഴ്സലറുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലേ മേക്കിംഗ് സ്റ്റൈലൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പേഴ്സിനെ 3-2 തോൽപ്പിച്ചു, ന്യൂകാസിലിനെ പരാജയപ്പെടുത്തി, മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി. അങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള റൺ ബ്രൈറ്റൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവും ഇല്ല. ഇന്ന് ഗോൾ അടിച്ചത് മറ്റാരുമല്ല, മിത്തോമ തന്നെയാണ്. എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, എന്തുകൊണ്ടാണ് പ്രീമിയർ ലീഗിലെ മറ്റ് ക്ലബ്ബുകൾ മിത്തോമയെ വാങ്ങിക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്യാത്തതെന്ന് തന്നെയാണ്. കാരണം പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രിബിളിങ്ങിൽ PhD എടുത്തിട്ടുള്ള ഒരു പ്ലെയറാണ്. അത് പലപ്പോഴും ലെഫ്റ്റ് വിങ്ങിൽ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുള്ളി കൊടുക്കുന്ന അസിസ്റ്റ് ആയാലും സ്കോർ ചെയ്യുന്ന ഗോൾസ് ആയാലും ബ്രൈറ്റനെ ഒരു ടോപ്പ് ടയറിൽ എത്തിക്കാൻ നല്ല രീതിയിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമ്മറിലോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷത്തിലോ പുള്ളിയെ വേറെ ഏതെങ്കിലും പ്രീമിയർ ലീഗ് ക്ലബ്ബോ അല്ലെങ്കിൽ കാണാനുള്ള എല്ലാ ചാൻസുകളും ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഇതൊരു ടെമ്പററി സ്റ്റാൻഡിംഗ് ആണ്. നാളെ മത്സരങ്ങൾ പുനരാരംഭിക്കുക. ചിലപ്പോൾ ബ്രൈറ്റൺ വീണ്ടും താഴേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ടോപ്പ് 6ലോ ടോപ്പ് 4ലോ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ബ്രൈറ്റനെ സംബന്ധിച്ചിടത്തോളം ഒരു കിടിലം അച്ചീവ്മെന്റ് തന്നെയാണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ലിവർപൂളിന്റെ സൈഡിൽ നിന്നാണ്. ലിവർപൂളിന്റെ സ്റ്റാർ ഡിഫൻഡർ ആയിട്ടുള്ള ഇബ്രാഹിം കൊനാട്ടെ ഇഞ്ചുറി ആയി എന്നുള്ള ന്യൂസാണ് നമ്മൾ കേൾക്കുന്നത്. പുതിയൊരു ഇഞ്ചുറി പിക്കപ്പ് ചെയ്തു. ഇനി സൺഡേ നടക്കുന്ന മത്സരത്തിൽ പുള്ളിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാൻ സിറ്റി വേഴ്സസ് ലിവർപൂളിൽ ഡിഫൻസിൽ വാൻഡേക്കിനൊപ്പം ആര് കളിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കാരണം കൊനാട്ടെ വാൻഡേക്ക് കൂട്ടുകെട്ട് കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് ഒരു മികച്ച പെർഫോമൻസ് ലിവർപൂളിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് മാറ്റി ഒരു ജോ ഗോമസിനെയോ അല്ലെങ്കിൽ ടിമിക്കാസിനെയോ ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മിസ് തന്നെയാണ്. സിറ്റി എന്തായാലും തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.